മകന്റെ പിറന്നാളിന് തലേദിവസം ദമ്പതിമാരെ ഒരുമിച്ച് കാണാതാവുക. പിന്നീട് ഭാര്യ വാഹനത്തിന് മുന്നിൽ ചാടി മരിക്കുന്നു. മണിക്കൂറുകൾക്കകം മറ്റൊരിടത്ത് ഭർത്താവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ഭർത്താവിന്റെ മൃതദേഹത്തിനരികെ ഭാര്യയുടെ ചെരുപ്പുകൾ. ജീവനൊടുക്കുമ്പോൾ യുവതി അരയിൽ ചുറ്റിയിരുന്നതാകട്ടെ ഭർത്താവിന്റെ ഷർട്ടും. കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണിത്. KSRTC കണ്ടക്ടറായ വിജേഷും ഭാര്യ രാജിയും എന്തിനാണ് മരിച്ചത്? ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. കൊല്ലം കുന്നിക്കോട് വിളക്കുടിയിൽ കാണാതായ ദമ്പതിമാർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. വിളക്കുടി ആവണീശ്വരം സ്വദേശി രാജി, ഭർത്താവ് വിജേഷ് എന്നിവരാണ് മരിച്ചത്. രാജി മിനി ബസിന് മുന്നിൽ ചാടി മരിച്ച് മണിക്കൂറുകൾക്കകമാണ് KSRTC കണ്ടക്ടറായ വിജേഷിനെ വിജനമായ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടത്. സാമ്പത്തിക ബാധ്യത മൂലം ഇരുവരും ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ആവണീശ്വരം സ്വദേശികളായ വിജേഷിനെയും ഭാര്യ രാജിയെയും വ്യാഴാഴ്ച രാവിലെ മുതൽ കാണാനില്ലായിരുന്നു. രാത്രി 10:30യോടെയാണ് രാജി ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുന്നിലേക്ക് ചാടിയത്. കുന്നിക്കോട് പത്തനാപുരം പാതയിൽ ആവണീശ്വരം റെയിൽവേ സ്റ്റേഷന് മുന്നിലായിരുന്നു സംഭവം. പിടവൂരിലെ ഉത്സവ പരിപാടി കഴിഞ്ഞ് മടങ്ങിയ നൃത്തസംഘമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പിന്നാലെ വന്ന മറ്റൊരു വാഹനത്തിൽ യുവതിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വിജേഷിനായി പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ വിളക്കുടിയിലെ 1000 വല്ലിപ്പാറയ്ക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പാറക്കോറിക്കടുത്തുള്ള കശുമാവിൽ തൂങ്ങിയ ഷാൾ പൊട്ടി നിലത്തു വീണ നിലയിലായിരുന്നു മൃതദേഹം. വിജേഷ് മരിച്ചുകിടന്ന സ്ഥലത്ത് നിന്ന് വസ്തുസംബന്ധമായ രേഖകളും 35,000-ഓളം രൂപയും അടങ്ങിയ കവർ കണ്ടെത്തി. രാജിയുടെ ചെരുപ്പും ഇതിനടുത്ത് ഉണ്ടായിരുന്നു. അപകട സമയത്ത് രാജി വിജേഷിന്റെ ഷർട്ട് അരയിൽ ചുറ്റിയിരുന്നതായും പോലീസ് പറഞ്ഞു. വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായും നാട്ടുകാർ പറയുന്നു. അവർക്കെന്തോ കുറച്ച് സാമ്പത്തിക പ്രശ്നം ഉണ്ട് എന്ന് ഇപ്പോൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ആ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് പലരെയും അതിന് കണ്ട് സമ്പത്ത് സമാഹരിക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുകയുണ്ടായി എന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അവർ ഈ മരണപ്പെട്ട് കിടന്ന സ്ഥലത്ത് ഒരു ഫയല് പോലീസിന് കിട്ടിയിട്ടുണ്ട്. മൊബൈൽ ഫോണും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഇന്നലെ അവർ സമാഹരിച്ച പൈസയാണോ എന്തോന്ന് അറിയത്തില്ല. എന്തായാലും കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അത് പോലീസ് KSRTC പുനലൂർ ഡിപ്പോയിലെ കണ്ടക്ടറാണ് വിജേഷ്. മൈക്രോ ഫൈനാൻസിൽ ജോലി ചെയ്യുകയായിരുന്നു രാജി. ഇരുവരും ആത്മഹത്യ ചെയ്തതാണെന്നും ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും കുന്നിക്കോട് പോലീസ് അറിയിച്ചു. ചികിത്സയ്ക്കായി മൈക്രോ ഫിനാൻസ് യൂണിറ്റിൽ നിന്നും പലിശക്കാരിൽ നിന്നും കുടുംബം വായ്പയെടുത്തതായി പറയുന്നു. 1000 വല്ലിപ്പാറയിലെത്തിയ ഇരുവരും ഒരുമിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചെന്നും വിജേഷിന്റെ മരണം കണ്ട് പതറി രാജി ആവണീശ്വരത്തെത്തി വാനിന് മുന്നിൽ ചാടിയെന്നുമാണ് പോലീസിന്റെ നിഗമനം. അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് 18 പുനലൂർ.